നെടുമ്പാശ്ശേരിയിലെ ഐവിൻ ജോർജയുടെ കൊലപാതകം അതിക്രൂരമായത് ദൃശ്യത്തിൽ കൂടെ നമ്മൾ കണ്ടു. എറണാകുളം നെടുമ്പാശ്ശേരിയിലെ CSF സബ് ഇൻസ്പെക്ടർ അവിടുത്തെ കോൺസ്റ്റബിളും ഒരു നിസ്സാര കാര്യത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഐവിനെ കൊല്ലാനുള്ള കാരണം. അദ്ദേഹത്തിനെ കാറിൻ്റെ ബോണറ്റിലിട്ട് അവർ 8-10 കിലോമീറ്റർ ഓടിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം തറയിൽ കിടക്കുന്നത് നാട്ടുകാർ കണ്ടു. ഐവിനെ തറയിൽ മലർന്ന് കിടക്കുകയും തൊട്ടിപ്പുറത്ത് ആ SIയും CSF SIയും റോഡിൽ കിടക്കുന്നത് നാട്ടുകാർ കണ്ടു. അതൊരു അടവായിരുന്നോ ഇല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. നിസ്സാരമൊരു കാര്യമാണ്. ആ ഐവിൻ ജിജോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലെ ചെഫാണ്. അയാൾ വാഹനമെടുത്ത് വീട്ടിൽ നിന്ന് പോയി. ആ വാഹനത്തിലെ ഈ CSFകാരൻ്റെ വാഹനം ഒരസി വണ്ടി നിർത്തി രണ്ടുപേരും തർക്കമായി. പോലീസ് വന്നിട്ട് പോയാൽ മതിയെന്നാണ് ആ പയ്യൻ പറഞ്ഞത്. 23-24 വയസ്സേ ഉള്ളൂ. ആ പ്രശ്നത്തിന് കേസ് വേണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം തരണം. പയ്യൻ്റെ വാഹനത്തിലെ CSFകാരൻ്റെ സബ് ഇൻസ്പെക്ടർ ഓടിച്ച വണ്ടി ഒരഞ്ഞു. അതിന് നല്ല പൈസയാകും ആ ഭാഗം നന്നാക്കി എടുക്കുമ്പോൾ. അതുകൊണ്ട് പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് വകവെക്കാതെ CSFിലെ ആ സബ് ഇൻസ്പെക്ടറും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന അക്കൗണ്ട്സുള്ള വണ്ടി തൊട്ടടുത്തുള്ള ഒരു വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇട്ട് തിരിച്ച് മടങ്ങിപ്പോകാൻ ശ്രമിച്ചു. പോലീസ് വന്നിട്ട് പോയാൽ മതി എന്നുള്ളതായിരുന്നു തർക്കം. അവർ CSFിലെ സബ് ഇൻസ്പെക്ടറാണ്. അയാൾ ആ വാഹനം അവിടെ ഇട്ട് തിരിച്ച് പോകാൻ ശ്രമിച്ചപ്പോൾ വാഹനത്തിൻ്റെ മുമ്പിൽ കയറി നിന്നു. പോകാൻ വരട്ടെ. പ്രത്യേകിച്ച് ഒരു CSF ആണ്, പോലീസിൻ്റെ അല്പസ്വല്പം നിയമങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തിയാണ്. മറ്റൊരാളുടെ വാഹനത്തിൽ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം. അത് പറഞ്ഞു തീരേണ്ട പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ പോലീസ് ഒരു കേസെടുക്കും. കേസെടുത്തിട്ട് കോമ്പൻസേഷൻ പുള്ളി വാങ്ങിച്ചോളാം. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയി. CSFകാർ പൊതുവെ ഇന്ത്യയിൽ പല ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ പെരുമാറ്റവും അവരുടെ സംസാര രീതിയും എല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യൻ പട്ടാളക്കാരെയൊക്കെ നമ്മൾ എത്ര ബഹുമാനത്തോടുകൂടിയാണ് അവർ നമ്മളെ കാണുന്നത്. അവരെ എത്ര ബഹുമാനത്തോടുകൂടിയാണ് നമ്മൾ അവരുടെ മുമ്പിൽ നമസ്തേ പറയുന്നത്. ഇതെന്താണ് CSFന് മാത്രം ഇത്ര പ്രത്യേക? മറ്റു പോലീസിനില്ലാത്ത ഒരു ഗർവ് ഇവർക്കുണ്ട്. അത് മലയാളികളിൽ മിക്കവാറും എല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ട്. എയർപോർട്ടുകളിൽ CSFൻ്റെ സെക്യൂരിറ്റിയാണ്. അവിടെ നമ്മൾ പാസ്പോർട്ട് കൊടുത്ത് അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നതും ചെക്ക് ഔട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ മോശമായ പെരുമാറ്റമാണ് എല്ലാ യാത്രക്കാർക്കും ഇവരിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അവരത് മേലധികാരികളുടെ കുഴപ്പം തന്നെ. CSFൻ്റെ മേലധികാരികൾ ഇവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ കുഴപ്പം തന്നെ. സ്റ്റിഫായിട്ട് കാര്യങ്ങൾ നടക്കണം, സ്ട്രിക്റ്റായിട്ട് പൊക്കോട്ടെ. പലർക്കും ഇതാണ് അനുഭവം. മനുഷ്യനെ തട്ടിക്കയറുക, നിസ്സാര കാര്യത്തിന് അവരെ ഉപദ്രവിക്കുക, ആ രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് ഇവർ പഠിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം തന്നെ അങ്കമാലി തുറവൂർ സ്വദേശി ഐവാൻ്റെ ആ മരണം, 23-24 വയസ്സുള്ള മകൻ, ഏക മകനാണ്. അമ്മ പാലായിലൊരു ഹോസ്പിറ്റലിൽ അവിടുത്തെ ഒരു നേഴ്സാണ്. പിതാവും ഇതുപോലെ തന്നെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് പ്രൈവറ്റിൽ. അപ്പോൾ അവരുടെ ഏക മകൻ്റെ മരണം എങ്ങനെ സഹിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് ഓർക്കുമ്പോൾ തോന്നുന്നത്. ആ മാതാപിതാക്കളുടെ നിലവിളി നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ മൃതദേഹം കൊണ്ടുവന്നു. ഏക സഹോദരിയും അമ്മയും അപ്പനും ആ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ നമ്മൾ കണ്ടു. ദാരുണമായ ഒരു കൊലപാതകം. ആ കൊലപാതകത്തിലെ പ്രതികൾ ഇതൊരു ട്രാഫിക് ആക്സിഡൻറ്റ് കേസായിട്ട് ഇത് കൊണ്ടുവന്നേനെ. നാട്ടുകാരുടെ ഇടപെടലുള്ളതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ കേസുകൾ മാറിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 304A IPC പഴയ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്റ്റിൽ ഒരാൾ മരിച്ചു, സിമ്പിൾ കാര്യമായിട്ട് അത് പോയേനെ. പക്ഷേ കാര്യങ്ങൾ മറിഞ്ഞു. ഇപ്പോൾ നാട്ടുകാരുടെ ഇടപെടലും ആ പയ്യൻ റോട്ടിൽ കിടക്കുന്നതും പോലീസും ആംബുലൻസും വന്ന ശേഷം ആ പയ്യനെ അവിടുത്തെ ലിറ്റിൽ ഫ്ലവർ അങ്കമാലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ മരിച്ചിരിക്കുന്നു. ഹെഡ് ഇഞ്ചുറിയാണ്. എങ്ങനെയാണ് ഹെഡ് ഇഞ്ചുറി ഉണ്ടായത്? അത് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം.
ഫേറ്റൽ ഇഞ്ചുറി തലയ്ക്കാണ് ഏറ്റിരിക്കുന്നത്. അത് തന്നെയല്ല അദ്ദേഹത്തിനെ ഉപദ്രവിച്ചിരിക്കുന്നു എന്ന് സംശയമുണ്ട്. അതിൻ്റെ സീക്വൻസ് എങ്ങനെയാണെന്ന് പോലീസ് കണ്ടെത്തണം. പൊതുവായിട്ട് വരുന്നത് ആ വാഹനത്തിൻ്റെ മുമ്പിൽ കയറി നിന്നപ്പം ഇവർ വാഹനം എടുത്തപ്പം ആ ഐവിൻ വാഹനത്തിൻ്റെ ബോണറ്റിലേക്ക് വീണു. അങ്ങനെ ഒരു 10 കിലോമീറ്റർ ഓടിച്ചു കാണുന്നത്. ബോണറ്റിൽ ആൾ കിടക്കുകയാണ്. അദ്ദേഹം ആ ബോണറ്റിൻ്റെ സൈഡിൽ എവിടെയോ പിടിച്ച് ബലം പ്രയോഗിച്ച് താഴെ വീഴാതെ നോക്കി. പിന്നെ ഇയാൾ ആ കാറ് ചവിട്ടി നിർത്തിയപ്പം ബോണറ്റിൽ നിന്ന് താഴെ വീണു. കാറ് മുന്നോട്ട് എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഹെഡ് ഇഞ്ചുറി ഉണ്ടാകാം, കാലിന് ഫ്രാക്ചർ ഉണ്ടാകാം, ഒക്കെ സംഭവിക്കുന്നുണ്ട്. പ്രൈവറ്റ് ഏരിയയിൽ എങ്ങനെയാണ് ഇഞ്ചുറി ഉണ്ടായത്? അത് വലിയ സംശയാസ്പദമാണ്. അപ്പം ഈ പയ്യനെ അടിച്ചിരിക്കുന്നു, ഉപദ്രവിച്ചിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം തലയിൽ സാധാരണഗതിയിൽ കാറ് റൺ ഓവറാണ്, കാർ ഇടിച്ച് തെറിപ്പിച്ചായാലും ശരി, അതുപോലൊരു ഫേറ്റൽ ഇഞ്ചുറി തലയിലും ഉണ്ടാകാൻ സാധ്യതയില്ല. അതിന് ചില വാർത്തകളൊക്കെ വരുന്നത് അത് ഭിത്തിയിലെവിടെയോ ഇടിച്ചു. ഭിത്തിയിൽ ഇടിച്ചതൊന്നും ആയിരിക്കത്തില്ല, അവർ തമ്മിൽ ഒരു അടി ഉണ്ടായോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ പയ്യനെ ഈ CSFകാർ ക്രൂരമായി മർദ്ദിച്ചോ എന്നൊരു സംശയമുണ്ട് രണ്ടുപേരും. അതുകൊണ്ടാണ് ആ പ്രൈവറ്റ് ഏരിയയിലൊക്കെ അവർ സ്ക്വീസ് ചെയ്തു എന്നും സംശയമുണ്ട്. ആ ഹെഡ് ഇഞ്ചുറി എങ്ങനെയാണ് വന്നത്? എന്തുകൊണ്ട് അടിച്ചതാണ്. ഇത് 304A അല്ല, 304A IPC അല്ല, റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് അല്ല. ഇതൊരു മർഡറാണ്, പക്ക മർഡറാണ്. 302 IPC ആണ്. അത് ഇപ്പോഴത്തെ BNS എന്നത് 103 BNS ആണ്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് അനുസരിച്ച് ഒരു ഡെത്ത് ഉണ്ടായെന്നുള്ള രീതിയിൽ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ അനുവദിക്കത്തില്ല പൊതുജനം. നിയമം അറിയാവുന്നവരത് അനുവദിക്കത്തില്ല. 103 BNS തന്നെ മർഡറായിട്ട് കൊല്ലാൻ തന്നെ ശ്രമിച്ചു. അങ്ങനെയാണ് ഹെഡ് ഇഞ്ചുറി ഉണ്ടായത്. അയാളുടെ പ്രൈവറ്റ് ഏരിയയിൽ എങ്ങനെയാണ് ഇഞ്ചുറി ഉണ്ടായത്? അതൊക്കെ അക്കൗണ്ട് ചെയ്ത് വരണം. ഏതായാലും CSFൻ്റെ ആ 2 ജീവനക്കാരിൽ ഒരുത്തൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവന് ആ CSFൻ്റെ ഓഫീസിൽ പോയി ഷെൽട്ടർ കിട്ടിയെന്നാണ് പറയുന്നത്. എന്തായാലും 2 പേരെ സസ്പെൻഡ് ചെയ്തു എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് അവരെ കസ്റ്റഡി വാങ്ങണം. അവരെ കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് പോയി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അവിടുത്തെ റൂറൽ SP ഹേമലത കൃത്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടന്നിട്ട് 302 IPC, അല്ലെന്നുണ്ടെങ്കിൽ 103 BNS മർഡറിന് തന്നെ ചാർജ് കൊടുക്കണം. കാരണം ഒരു തർക്കം ഉണ്ടായി, ആ ഐവിൻ്റെ വാഹനത്തിൽ ചെറിയ ഡാമേജ് ഉണ്ടായി എന്നല്ലാതെ അതിലൊരു തർക്കം ഉണ്ടായിട്ട് ആ തർക്കത്തിന് ഇയാളൊരു CSF ഉദ്യോഗസ്ഥനായതുകൊണ്ട് അയാളൊരു മേലുദ്യോഗസ്ഥനാണ്, ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കൊക്കെ അയാൾക്ക് ഉണ്ട് എന്ന് കരുതി പൊതുജനങ്ങളെ എടുത്തിട്ടിരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുള്ളത് കൊണ്ട് ഈ പയ്യനെ കൈകാര്യം ചെയ്ത് 2 പേരും അങ്ങനെയാണ് മരണം ഉണ്ടായത്. കാരണം അതിൻ്റെ കുറേ സീക്വൻസൊക്കെ നാട്ടുകാർ കണ്ടിട്ടുണ്ട്. ചിലർ വരുമ്പോൾ 2 പേരും റോട്ടിൽ കിടക്കുന്നു. CSF SI എന്തിനാണ് റോട്ടിൽ കിടന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു അഭ്യാസമാണ് അവരുടെ രീതിയിൽ. 2 പേർക്ക് അടിയുണ്ടായി പരിക്ക് പറ്റിയെന്നുള്ള ഒരു ഡിഫൻസ് കൊണ്ടുവരാൻ വേണ്ടി തന്നെ അയാൾക്ക് മനസ്സിലായി റോഡിൽ അയാൾ കിടക്കുമ്പോൾ മറ്റേ ആൾ മരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പം തന്നെ ആൾ മരണപ്പെട്ടു. ഇതൊരു കൊലപാതകമാണ്. ആ രീതിയിലൊരു കുറ്റച്ചാർജ് തന്നെ വേണം ഈ കേസിന്. തീർച്ചയായിട്ടും അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വരും. 90 ദിവസത്തിന് മുമ്പ് ഇതിൻ്റെ കുറ്റച്ചാർജ് കൊടുത്തിരിക്കണം. അവന്മാർ ജാമ്യത്തിൽ പോകാൻ കഴിയാത്ത രീതിയിൽ കുറ്റച്ചാർജ് ഒരു 60 ദിവസത്തിനകം കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.